ഹായ് നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഈ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ഒരുപാട് പേര് പറയുന്ന കാര്യമാണ്. അവർക്ക് വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫാണിപ്പോൾ എല്ലാവരുടെയും. ഇപ്പം നമ്മുടെ ഈ ലൈഫിൻ്റെ പേസ് തന്നെ മാറിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്തിനൊക്കെ ഉള്ള നെട്ടോട്ടത്തിലാണെന്ന പോലെ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫാണ് പലരും ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെൻ്റൽ ആയിട്ടുള്ള ആങ്സൈറ്റി പ്രശ്നം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വാസ്തുവിൽ എന്ത് ടിപ്പ് നമുക്ക് കൊടുക്കാം, അതായത് വീട്ടിൻ്റെ വാസ്തു നമ്മളിപ്പം ഇന്ന പൊസിഷനിൽ ഇന്നതിരിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രാക്ടിക്കലായിട്ടുള്ള മോഡേൺ ആർക്കിടെക്ചറുമായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് പോകാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 1-2 പോയിൻറ്റ്സാണ് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പെയിൻറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പെയിൻറ്റിങ് ഇപ്പോൾ പലരും ചെയ്യുന്ന വെച്ചാൽ അവർക്ക് ഈ നമ്മളിപ്പോൾ ഷെയ്ഡ് കാർഡ് കൊടുത്ത് ഇപ്പോൾ ഞാനൊക്കെ വീട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചോളം ഒരു പെയിൻറ്റ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ ഒരു ഷെയ്ഡ് കാർഡ് എടുത്ത് കൊടുത്താൽ അവർ കൺഫ്യൂസ്ഡാണ്. പലപ്പോഴും ഇന്ന കളർ വേണോ. പക്ഷെ നമുക്കൊരു ഇതിനകത്ത് വാസ്തുപ്രകാരം എന്തെങ്കിലും കളറുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാസ്തു ഫേവറബിൾ ആവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില പെയിൻറ്റിങ് ടിപ്സ് ഉണ്ട്. അതായത് ബ്ലൂ കളർ, നമ്മൾ ബെഡ്റൂമിന് ഒരു ബ്ലൂ കളറോ അല്ലെങ്കിൽ ബ്ലൂ ഷെയ്ഡോ നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു മെൻ്റൽ കാംനെസ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് തുറന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ലിവിങ് റൂമിനെ സംബന്ധിച്ചിടത്തോളം ലിവിങ് റൂം എപ്പോഴും ഒരു ഗ്രീനിഷ് അല്ലെങ്കിൽ പെയിൽ ഗ്രീൻ പോലുള്ള ഷെയ്ഡുകൾ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് നമ്മുടെ മാനസികമായിട്ടുള്ള സന്തോഷത്തിനുമൊക്കെ അത് വളരെ ഗുണകരമായിട്ടുള്ളൊരവസ്ഥ പ്രദാനം ചെയ്യും. അതുപോലെ നമുക്ക് വർക്ക് സ്പേസ്, വീട്ടിനുള്ളിൽ തന്നെ നമുക്ക് വർക്ക് സ്പേസ് ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്രീം കളർ നമുക്ക് അവിടെ സെലക്ട് ചെയ്യാം. വീട്ടിനുള്ളിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ മിക്കവാറും എല്ലാവരും വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രീം കളർ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം, മെൻ്റൽ പീസ് അല്ലെങ്കിൽ മെൻ്റൽ കണ്ടീഷൻ എപ്പോഴും നന്നായിരിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പ്രധാനമായും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു വാട്ടർ ബോഡി, അത് ചെറിയൊരു ഫൗണ്ടൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കിപ്പോൾ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ മോഡേൺ രീതിയിൽ ഇപ്പോൾ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരുപാട് എലിമെൻറ്റ്സ് ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഏതെങ്കിലും ഒരു വെള്ളം സംബന്ധമായിട്ടുള്ളൊരു സംഭവം നമ്മൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കൊടുക്കുകയും നിർബന്ധമായിട്ടും സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു ദീപം അത് ക്യാൻഡിലാവാം, ഒരു ദീപമാവാം. ഇല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന കിച്ചൺ സൗത്ത് ഈസ്റ്റിനാണെങ്കിൽ പിന്നെ വേറെ പ്രശ്നമില്ല, അവിടെ ഓൾറെഡി നമ്മളെപ്പോഴും തീ കത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൗത്ത് ഈസ്റ്റ് ഭാഗം എപ്പോഴും തീ കത്തിക്കുന്ന ഒരവസ്ഥ എപ്പോഴും നമുക്കുണ്ടാകണം. പിന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റ് കന്നിമൂല ഭാഗത്ത് നമുക്ക് ഭൂമിയുടെ സാന്നിധ്യം കൊടുക്കുന്ന, അതായത് എർത്തിൻ്റെ എലിമെൻറ്റ്സ് കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ നമുക്കൊരു പ്ലാന്റ് കൊടുക്കാം, പ്ലാന്റൊക്കെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ എർത്ത് എലിമെൻറ്റ്സ് തന്നെ നമ്മൾ കൂടുതലും അവിടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോ നിങ്ങളുടെ എത്തുന്നവരെ നന്ദി, നമസ്കാരം.